إن إبليس عليه اللعنة إبليس لعنة الله عليه ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശപിക്കപ്പെട്ട ഇബ്ലീസ് അവൻ പറയുകയാണ് അഹ്ലക്തുന്നാസ ബിദ്ദുനൂബി വൽ മആസി. ഇബ്ലീസിന്റെ വലിയ സങ്കടം ഒന്ന് നോക്കൂ നിങ്ങൾ. ഇബ്ലീസ് പറയുകയാണ് ഞാൻ ജനങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബിദ്ദുനൂബി വൽ മആസി, തെറ്റുകൾ കൊണ്ടാണ്, ദോഷങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. അഥവാ നിസ്കാരത്തിന്റെ സമയം ആഗതമായി കഴിഞ്ഞ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് മറ്റെന്തെങ്കിലും തോന്നിപ്പിച്ച് നിസ്കാരത്തിന്റെ സമയത്തിൽ നിന്നവനെ മാറ്റി നിർത്തുകയാണ്. ഇങ്ങനെ ഏത് രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആര് ശ്രമിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നവനാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ ഉത്തരവാദിത്തത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സമ്മതം വാങ്ങി സർട്ടിഫിക്കറ്റുമായി വന്നവനാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ, അഹ്ലക്തുന്നാസ ബിദ്ദുനൂബി വൽ മആസി, ഞാൻ തെറ്റുകൾ കൊണ്ട്, ദോഷം കൊണ്ടാണ് ഞാൻ ആളുകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യല്ലേ? നമ്മുടെ ദോഷം നമ്മൾ തന്നെയല്ലേ വരുത്തി വെക്കുന്നത്, നമ്മളല്ലേ തിന്മ ചെയ്യുന്നത്, നമ്മുടെ നാശത്തിന്റെ കുഴി തോണ്ടുന്നത് നമ്മൾ തന്നെയാണ്. ഇബ്ലീസ് പറയുകയാണ്, ഞാൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നത് അവർക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും, അവർക്ക് മദ്യപിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും, അവർക്ക് വ്യഭിചരിക്കാനുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും, അവർക്ക് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാകാത്തൊരു അവസ്ഥയിലേക്ക് അവരെ ഞാൻ എത്തിക്കും. ഇതെല്ലാം ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളല്ലേ? അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബോധം തരട്ടെ. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണേ ഉമ്മ, വളർത്തേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ശിക്ഷണങ്ങൾ കൊടുക്കണേ മാതാപിതാക്കളെ. അല്ല എങ്കിൽ നാളെ നമ്മുടെ വീടിന്റെ കോലായിലും ഒരു അഫാൻ വന്നേക്കാം. അല്ലാഹു നമ്മളെ മക്കൾക്ക് നല്ല ബോധം കൊടുക്കട്ടെ. ഞാൻ ആളുകൾക്ക് തെറ്റ് ചെയ്യാനും ദോഷങ്ങളായ കാര്യങ്ങൾ പ്രവർത്തിക്കാനുമുള്ള സാഹചര്യങ്ങൾ കൊടുക്കും. അങ്ങനെ ഞാൻ ജനങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇബ്ലീസ് പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവോട് ഇബ്ലീസ് പറയാണ്, വഅഹ്ലകൂനി, ഞാൻ ആളുകളെ എങ്ങനെ നശിപ്പിക്കും? എങ്ങനെ? അവർക്ക് വ്യഭിചരിക്കാനും കള്ളു കുടിക്കാനും ഹറാമുകൾ തോന്നിപ്പിച്ചിട്ടും ചിന്തിപ്പിച്ചിട്ടൊക്കെ ഞാൻ ആളുകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കും. പക്ഷേ വഅഹ്ലകൂനി, ആളുകൾ എന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ. ആളുകൾ എന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും വൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ്. നോക്കണികള്, ഇബ്ലീസിന്റെ പരാതിയാണ്. എന്താ പരാതി? ഞാൻ ആളുകൾ അങ്ങനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, അവർക്ക് ഞാൻ പണി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അവർ 8ന്റെ പണി എനിക്ക് തന്നുകൊണ്ടിരിക്കുക. എന്ത്? അവരെന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും വൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ കൊണ്ടും അവരെന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ വല്ലാത്ത വിഷമത്തിലാണ്. ഇബ്ലീസ് വല്ലാത്ത പ്രയാസത്തിലാണ്. ഫലമ്മാ ഇതിങ്ങനെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത പ്രയാസമായിട്ടുണ്ട് എനിക്ക്. ഇബ്ലീസിനത് വല്ലാത്ത പ്രയാസമായി. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു. ഇവരെ തെറ്റുകൊണ്ടും ദോഷങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനിവരെ കിട്ടാതെ വന്നപ്പോൾ ഇബ്ലീസ് സ്വന്തമായൊരു തീരുമാനമെടുക്കുകയാണ്. അവസാനം ഇബ്ലീസ് തന്നെ പറഞ്ഞു, വലമ്മാ റഅയ്തു ദാലിക, ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരാളെ പിഴപ്പിക്കണം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കാരും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിൽ മുഴുകിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ട് ഞാൻ വല്ലാതെ പൊറുതിമുട്ടിപ്പോയി. അങ്ങനെ അവസാനം ഞാൻ എന്റെ പ്ലേറ്റ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. എന്താണ് ഇബ്ലീസ് എടുത്ത തീരുമാനം എന്നറിയോ? അഹ്ലകതുഹും ബിൽ ഹവാ, അവന്റെ ശരീരം എന്താണോ അവനോട് കൽപ്പിക്കുന്നത്, അഥവാ മദ്യപിക്കണം എന്ന് മനസ്സ് പറയൂല, ശരീരമേ പറയൂ. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, തെറ്റ്
ചെയ്യണമെന്ന് ശരീരമേ കൽപ്പിക്കൂ, വ്യഭിചരിക്കണമെന്ന് ശരീരമേ കൽപ്പിക്കൂ. നമ്മൾ കരുതും ഒരാളും കണ്ടിട്ടില്ല, ആരും അറിയുകയില്ല, ഇനി ഒരാളും ഇതറിയാനും പോകുന്നില്ല. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുകയും അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ്. ഇബ്ലീസ് പറയാണ് അഹ്ലക്തഹും ബിൽ ഹവാ. നിസ്കാരം കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോയാൽ മതി, സമയമുണ്ട്. പക്ഷേ ഇബ്ലീസ് തോന്നിക്കും നീ പെട്ടെന്ന് പോയിക്കോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേഗത്തിൽ ഇറങ്ങുമ്പോൾ ഒരു പക്ഷെ അന്നത്തെ ളുഹർ നമുക്ക് നഷ്ടമാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഹറാമുകൾ വന്ന് ചേരാനുള്ള മാധ്യമങ്ങൾ മുഴുവനും നമ്മുടെ മുന്നിൽ സുഗമമായി ഇബ്ലീസ് തോന്നിപ്പിച്ചു തരും. അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമായപ്പോൾ ഇബ്ലീസ് പറയുകയാണ് അഹ്ലക്തുഹും ബിൽ ഹവാ, ഞാൻ അവരുടെ ശരീരം തോന്നിപ്പിക്കുന്ന തടീച്ചകൾ കൊണ്ട് അവരെ നശിപ്പിക്കാൻ തുടങ്ങി. അഥവാ മറ്റൊരാളെ പറ്റി ഗൈബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, ഫസാദുകൾ പറയാൻ അവനെ തോന്നിപ്പിക്കുകയാണ്, അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷേ അവരുടെ അവസ്ഥ എന്തെന്നറിയോ? വഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ. നമുക്ക് നന്നാവണം എന്ന ആഗ്രഹമുണ്ട്, ആളുകൾക്ക് നന്നാവണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ ഞാൻ തെറ്റുകൊണ്ട് നശിപ്പിക്കും. അത് സാധ്യമാകാതെ വന്നപ്പോൾ അവർക്ക് ശരീരത്തിനോട് പ്രത്യേകമായ ശരീരം ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നാൽ, അഥവാ കള്ളു കുടിക്കണമെന്ന ചിന്ത കൊടുക്കും, അവൻ പോയി മദ്യപിക്കും. വ്യഭിചരിക്കണമെന്ന ചിന്ത കൊടുക്കും, അവൻ പോയിട്ടത് ചെയ്യും. അങ്ങനെ എന്തെല്ലാം തിന്മകളുണ്ടോ അത് മുഴുവനും ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ടോ ഇബ്ലീസ് പറയുകയാണ് യാ റബ്ബി വബിഇസ്സതിക ലാ അസാലു ബി ബനി ആദമ മാദാമത അർവാഹും ഫീ അജ്സാദിഹിം. ഇബ്ലീസ് പറയാണ് പടച്ചോനെ, ആദം നബിയുടെ മക്കളുടെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം ഞാൻ അവരെ ഇങ്ങനെ പൊറുതി മുട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഏതുവരെ? മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം അവരെല്ലാ അസാലു ഫീ ബനി ആദമ മാദാമത് അർവാഹും ഫീ അജ്സാദിഹിം. മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം അവരെ പിഴപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആരോടാ പറഞ്ഞത്? അള്ളാഹുവോടാ പറഞ്ഞത്. അപ്പോ അള്ളാഹു അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സമ്മതം വാങ്ങിയിട്ട് പോന്നതാണ്. പക്ഷെ ആ സമ്മതമൊക്കെ മൂപ്പര് വാങ്ങിക്കണമെങ്കിലും അതൊക്കെ ആദ്യം അവിടെ എന്റെ പെട്ടിയിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലേക്ക് പോകേണ്ട ആൾക്കാരാണ് നമ്മള്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇബ്ലീസ് പറയാണ് യാ റബ്ബി പടച്ചോനെ വബിഇസ്സതിക വജലാലിക ലാ അസാലു ഫീ ബനി ആദമ മാദാമത് അർവാഹും ഫീ അജ്സാദിഹിം. നിന്റെ വളർമയാണ്, പ്രതാപമാണ് സത്യം റബ്ബേ. മനുഷ്യനെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം, ജീവനുള്ള കാലത്തോളം ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോ അല്ലാഹു ഇബ്ലീസിനോട് മറുപടി കൊടുക്കുന്നുണ്ട് വഇസ്സതി വജലാലി യാ മൽഊൻ. എടാ ശപിക്കപ്പെട്ട തമ്മാടിയായ ഇബ്ലീസേ, എന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, എന്റെ വളർമയെ തന്നെയാണ് സത്യം. ലാ അസാലു അഗ്ഫിറു ലഹും വസ്തഗ്ഫിറൂ. ഇബ്ലീസ് അവിടെയാണ് പരാജയപ്പെട്ടത്. നീ ആളുകളെ ഇങ്ങനെ തെറ്റ് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നല്ലേ പറഞ്ഞത്? അവരുടെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം അവരെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുമെന്നല്ലേ നീ പറഞ്ഞത്? എന്നാൽ കേട്ടോളൂ, എന്റെ അടിമകൾ എന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന കാലത്തോളം ഞാൻ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. എങ്ങനെ? ഇജ എന്റെ പണിയെടുത്തോ, ഞാൻ എന്റെ പണിയെടുത്തോളാം. ആര്? അല്ലാഹു. എന്താ പണി? ഇബ്ലീസ് മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുണ്ടോ ആ ഇബ്ലീസ് അവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു പറഞ്ഞു നീ ചെയ്യേണ്ട ജോലി നീ ചെയ്തോളൂ. പക്ഷെ അടിമകളാകുന്ന എന്റെ അടിമകൾ എന്നോട് പൊറുക്കലിനെ തേടിക്കഴിഞ്ഞാൽ, എന്താണ് എന്നോട് പൊറുക്കലിനെ തേടിക്കഴിഞ്ഞാൽ എടാ ശപിക്കപ്പെട്ട ഇബ്ലീസ്
ഇബ്ലീസേ, എന്റെ വളർമയെ തന്നെയാണ് സത്യം. യാ മൽഊൻ, ശപിക്കപ്പെട്ട ഇബ്ലീസേ, ലാ അസാലു അഗ്ഫിറു ലഹും, ഞാൻ എന്റെ അടിമകൾക്ക് ഇങ്ങനെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? എപ്പോ? അവരെന്നോട് പൊറുക്കലിനെ തേടുമ്പോഴെല്ലാം, അവരേത് തെറ്റ് ചെയ്ത മനുഷ്യരാവട്ടെ, അവരെന്നോട് പാതിരാവിന്റെ പഴുതിൽ മാമരം കോച്ചുന്ന തണുപ്പത്തെല്ലാവരും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോ റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറയണം, സഹോദര, പറയണം പെങ്ങളെ, അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ സാഹചര്യം എന്നെ കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യിച്ചവനാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമീമത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണം ഒരുപാട് ആളുകൾ വേദനിച്ചിട്ടുണ്ട്. അതെല്ലാം സാഹചര്യത്തിൽ വന്നു പോയതാണല്ലോ. ഈ പാപത്തിന് പൊറുക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോടൊന്ന് പൊറുക്കലിനെ തേടണേ. അങ്ങനെ പൊറുക്കലിനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബിലേക്കൊന്ന് കൈ ഉയർത്താനുള്ള സന്നദ്ധത കാണിച്ചാൽ മതി. അല്ലാഹ് നിങ്ങൾക്ക് പൊറുക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ സഹോദര, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നേരത്തെ ഓതി വെച്ച ആയത്തതാണ്. നിങ്ങൾ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് പെട്ടെന്ന് ചെന്നോളൂ. പെട്ടെന്ന് ചെല്ലണമെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയാണ്. ഇബ്ലീസും പടച്ച റബ്ബും തമ്മിലുള്ള വാഗ്വാദം ാണ്. ഇബ്ലീസിന്റെ ജോലി ചെയ്യുമെന്നും പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, എന്നാൽ എന്റെ ഉത്തരവാദിത്തം ഞാനും വളരെ കൃത്യമായി നിർവഹിക്കും. ഇബ്ലീസ് പറഞ്ഞു, മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുണ്ടോ? അവരെ ഞാൻ പിഴപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞു, നീ നിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിമകൾ എന്നോട് പാപമോചനം നടത്തി കഴിഞ്ഞാൽ ലാ അസാലു അഗ്ഫിറു ലഹും, അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്കൊന്ന് തിരിച്ചു നടക്കണേ സഹോദരങ്ങളെ. വെറുതെ പറയുകയല്ല, ജീവിതം